ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ടേക്കിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്കും വീക്കിലി റിപ്പോർട്ടിലേക്കും ഏവർക്കും സ്വാഗതം. രണ്ടു ദിവസമായിട്ട് വീഡിയോ ലേറ്റായി പോയതിന്റെ കാരണം ഞാൻ ഈ കഴിഞ്ഞു പോയ സാറ്റർഡേയിൽ നമ്മൾ കൊച്ചിയിൽ വെച്ച ബ്രാൻഡ് സ്റ്റോറീസിന്റെ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് കോൺക്ലേവിൽ ഒരു സെഷൻ ഞാൻ എടുത്തായിരുന്നു. അപ്പൊ അതിന്റെ തിരക്കുകളൊക്കെ ഉള്ളത് കാരണം, പിന്നെ ട്രാവലിന്റെ ആ ഒരു ക്ഷീണമൊക്കെ ഉള്ള കാരണമാണ് ഇന്നലത്തേക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഒരു വോയിസ് പാട്ട് പോകുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായത് കൊണ്ടുള്ള ആ വോയിസ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് സദയം വോയിസ് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു ദേവീതി ഒരു ഒരാഴ്ചയും കൂടെ ക്ഷമിച്ചേക്കുക. ആ ഉത്സവം കഴിഞ്ഞ ആ ഒരു ക്ലാരിറ്റി ഒക്കെ ക്ലിയർ ആയിട്ട് വന്നോളും. അത് എന്റെ വോയിസ് ഞാൻ മൈക്ക് മിണ്ടാതിരുന്നാലും വോയിസ് പിടിച്ചെടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ പൊതുവെ പറയണമെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയ വീക്കാണ്. അതായത് മൺഡേയുടെ ഹൈയുടെ മുകളിൽ ഒരു എക്സ്ട്രീം വന്ന് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി ഒരു ഫെയിൽഡ് ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ പൊതുവെ നല്ല കിടിലൻ സെല്ലിംഗ് കൂടി വന്നത്. മിഡ് ക്യാപ്പിന്റെ വീക്കിലി പി ഒ സി വന്നിരിക്കുന്നത് 13,289 ഭാഗത്ത്, നമ്മുടെ ക്ലോസിംഗ് വന്ന 13,083 ഭാഗത്ത്. ചുരുക്കി പറഞ്ഞാൽ വീക്കിലിയുടെ വാല്യൂവേറ്റഡ് അകത്താണ് മിഡ് ക്യാപ്പ് ഇപ്പൊ കൃത്യമായിട്ട് അത് ക്ലോസിംഗ് വന്നേക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ ആ ഒരു ഏരിയയുടെ ഭാഗത്തൊക്കെയാണ് മിഡ് ക്യാപ്പ് ക്ലോസിംഗ് വന്നേക്കുന്നത്. സോ നമ്മൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു വീക്കിലി വ്യൂ ഞാൻ പറയുകയാണെങ്കിൽ 13,000 താഴെ മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെല്ലിംഗ് വീണ്ടും തുടങ്ങാം. ഈ 13,000 പൊട്ടി, അതായത് കൃത്യമായി പറഞ്ഞാൽ 13,000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 12,876 അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ 12,600 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് ഒരു വീക്കിലി വ്യൂവിൽ വേണമെങ്കിൽ വരാം. ചുരുക്കി പറഞ്ഞാൽ 13,000 പൊട്ടാതെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് സൂക്ഷിച്ചോണം. മിഡ് ക്യാപ്പ് 13,000 പൊട്ടുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് വരാം. അത് ഒരു പരിധി വരെ 12,876 ഭാഗത്തൊക്കെ സപ്പോർട്ട് എടുക്കാം. പക്ഷേ ആ 12,876 കൂടെ പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഈ 12,600 വരെ വരാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ. വീക്കിലി വ്യൂ ഡൗൺവേർഡ് വ്യൂ പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനില്ല. കാരണം നമ്മൾ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ബഡ്ജറ്റ് വരെയാണ്. ഫെബ്രുവരി 1 സൺഡേയിൽ ബഡ്ജറ്റ് ആണ്. അപ്പൊ ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള വോളറ്റൈൽ വിക്സിന്റെ ഒരു എന്താണ് ഒരു തീവ്രത കൂടിയ ഒരു വീക്ക് കൂടെയാണ് ഈ വരാൻ പോകുന്ന വീക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞ മാർക്കറ്റിൽ ഒരു ഓപ്ഷൻ റൈറ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പാട് പിടിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കിട്ടുന്ന പ്രോഫിറ്റ് ആയിരിക്കും വർക്ക് ആവുന്നത്. അല്ലാത്ത പ്രോഫിറ്റുകളൊക്കെ വർക്ക് ചെയ്യാൻ ഒരു പാടായിരിക്കും. കാരണം ഓപ്ഷൻ റൈറ്റേഴ്സിന് വിക്സ് കൂടുന്നതോറും പ്രീമിയം മൂവ് ചെയ്യണമെന്നില്ല. എക്സ്പയറി ഡേറ്റ് അന്ന് മാത്രമേ പ്രീമിയം മൂവ് ചെയ്യുള്ളൂ. അത് ഉച്ചവരെ പിടിച്ചു നിർത്തുകയും ചെയ്യും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഒരു സ്കാൽപ്പിങ്ങിന് ഒരു ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ബെസ്റ്റ് മാർക്കറ്റാണ് ഇനി വരാൻ പോകുന്ന ഒരു മാർക്കറ്റ്. എന്ന് വെച്ച് പൊസിഷൻ എടുത്ത് വെച്ച് ഹോൾഡ് ചെയ്തിട്ട് സാറേ അങ്ങനെ സ്കാൽപ്പ് ചെയ്ത് പ്രോഫിറ്റബിലിറ്റി കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയാണെങ്കിൽ അത് നടക്കേണ്ട പ്രശ്നമല്ല. അതൊരു സംഗതി അല്ല. അപ്പൊ അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യുക, പ്രോഫിറ്റ് എടുക്കാൻ പോവുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു ട്രേഡ് ഇൻ ദിസ് കൈൻഡ് ഓഫ് മാർക്കറ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 13,000 എന്ന് പറയുന്നത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ബിഗ്ഗസ്റ്റ് ഡൗൺ സപ്പോർട്ടാണ്. അത് പൊട്ടിയാൽ 12,876 ഒരു പരിധി വരെ സപ്പോർട്ട് വരാം. ആ 12,876 പൊട്ടുകയാണെങ്കിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങി എവിടെ വരെ വരാം? 12,600 വരെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത് എന്റെ ഒരു വീക്കിലി വ്യൂ ആണ്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യ ഘട്ടത്തിൽ പറയുന്നതൊക്കെ വീക്കിലി വ്യൂ ആയിരിക്കും. പിന്നെ പോകുന്നതാണ് ഡെയിലീസ്, നാളത്തേക്ക് വേണ്ടിയിട്ട് ഡെയിലി ലെവൽസ് ഒക്കെ പറയുന്നത്. ഇനി 12,100 മുകളിൽ മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്ത് വരികയാണെങ്കിൽ ഈ ന്യൂട്രൽ എസ്റ്റീമിന്റെ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്ഷൻ തരാം. അതായത് 12,290 ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സ് തരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 12,426 വരെ പോകാനും 12,426 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു 12,600 വരെയുള്ള ഈ സിംഗിൾ പ്രിന്റ് വീക്കിലി സിംഗിൾ പ്രിന്റും കൂടെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള ഒരു വീക്കിലി വ്യൂ. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡിങ് ഡൗൺ വീക്ക് ആയിരുന്നു. 60,000 കിടന്ന ബാങ്ക് നിഫ്റ്റി ഇറങ്ങി 58,300 ഏകദേശം 1,700 പോയിന്റുള്ള ആശ ഇറങ്ങി. അപ്പം കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി പ്രൊഫൈലിന്റെ ഭാഗത്തു നിന്ന് പൊട്ടി താഴേക്ക് ഇറങ്ങി വീക്കിലി വാല്യൂ ഏരിയ പൊട്ടി താഴേക്ക് ഇറങ്ങി ഒരു 58,476 ഭാഗത്ത് ഒരു വാല്യൂ ഏരിയ ഫോർമേഷൻ ഉണ്ട്. 59,600 തൊട്ട് 58,476 ഒരു വാല്യൂ ഏരിയ ഫോം ചെയ്തിട്ടുണ്ട്. 59,015 നമ്മുടെ പി ഒ സി വന്നിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ അവൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്ന വീക്കിലി വാല്യൂ ഏരിയ ലോയുടെ മുകളിൽ 58,476 മുകളിൽ 58,500 ഭാഗത്താണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 58,500 ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ മന്ത്ലി എക്സ്പയറി ആണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. നാളെ നമ്മുടെ
ജാനുവരി മാസത്തെ പൊസിഷൻസ് ഒക്കെ എക്സ്പയർ ആവുന്ന ദിവസമാണ്. ഇന്നത്തെ ഹോളിഡേക്ക് ശേഷം നാളെ വരാൻ പോകുന്ന ഒരു ബൊംബ്ലാസ്റ്റിക് മുകളിൽ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോൾഡ് മാർക്കറ്റ് XAUSD $100 $107 കയറി. ഇപ്പൊ ചുരുക്കി പറയാം നാളെ അതിന്റെ എല്ലാം ഇഫക്റ്റ് വരും. മാർക്കറ്റ് എങ്ങനെ വേണോ ബിഹേവ് ചെയ്യും. സോ അതെല്ലാം കൂടെ അടങ്ങിയ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള എക്സ്പയറി ആയിരിക്കും നാളെ വരാൻ പോകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 58,500 സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് 59,011 പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ വരാം. അതിന് മുകളിൽ സസ്യങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ച് ഈ 58,500 600 59,600 500 ഭാഗത്തേക്ക് വേണമെങ്കിൽ ടെസ്റ്റബിൾ പോസിബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ 58,400 അതിന് താഴേക്ക് എന്ന് പറയുമ്പോൾ ഈ 58,300 പൊട്ടാതെ നോക്കിക്കോണേ. 58,300 പൊട്ടുകയാണെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് ഇവിടെ ഉണ്ട് 58,000. അതും പൊട്ടുകയാണെങ്കിൽ ഹെവി സെല്ലിംഗ് വരാം. ചുരുക്കി പറഞ്ഞാൽ ഈ 56,500 ഭാഗത്തേക്ക് പിന്നെ സപ്പോർട്ട് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 58,000 ബാങ്ക് നിഫ്റ്റിക്ക് പൊട്ടാതെ സൂക്ഷിച്ചാൽ ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ ഒരു റിവേഴ്സൽ റാലി അപ്പോഴും തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല എങ്കിൽ മാർക്കറ്റ് 58,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 59,000 59,600 ഭാഗത്തേക്ക് ഒരു വീക്കിലി വ്യൂ എനിക്ക് വളരെയധികം പോസിബിൾ ആയ ഒരു ദിവസമാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഒരു ട്രെൻഡ് ഡൗൺ ആയ ഒരു വീക്ക് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച കൃത്യമായിട്ട് കടന്നുപോയത്. ഇനി നിഫ്റ്റി. ഇപ്പൊ നിഫ്റ്റി എന്ന് പറഞ്ഞാലും ഈ ബാങ്ക് നിഫ്റ്റിയെ പോലെ ഒരു ട്രെൻഡ് ഡൗൺ ആയിരുന്നു. 25 കഴിഞ്ഞ ആഴ്ചത്തെ വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് പൊട്ടി സൂപ്പർ താഴേക്ക് ഇറങ്ങി ഓൾമോസ്റ്റ് 24,930 വരെ വന്ന് 25,000 എന്ന് പറഞ്ഞൊരു റൗണ്ട് ഫിഗറിന്റെ ഒരു സപ്പോർട്ടിന്റെ ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒരു ട്രെൻഡ് ഡൗൺ ആണ്. വീക്കിലി POC നിൽക്കുന്ന 25,216 ഭാഗത്താണ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും മിഡ് ക്യാപ്പ് ആയാലും എല്ലാം നമ്മുടെ മന്ത്ലി വാല്യൂ ഏരിയ വീക്കിലി വാല്യൂ ഏരിയയുടെ ലോയുടെ മുകളിൽ നിൽക്കുക. ചുരുക്കി പറഞ്ഞാൽ വാല്യൂ ഏരിയ ഒരു അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,000 സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് 25,216 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ 25,420 പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഈ 25,425 മുകളിൽ നിൽക്കണമെങ്കിൽ മാത്രമേ എന്തെങ്കിലും ബുള്ളിഷ് മൂവ്മെന്റ് മാർക്കറ്റിൽ വരുള്ളൂ. അത് വേണമെങ്കിൽ 25,770 പോലെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 25,425 മുകളിൽ നിൽക്കണമെങ്കിൽ മാത്രം 25,700 വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇനി നിഫ്റ്റി 25,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ്ഗസ്റ്റ് റൗണ്ട് നമ്പർ പൊട്ടിക്കഴിഞ്ഞാൽ ആശാൻ നിൽക്കൂല. തികച്ചും പറഞ്ഞാൽ 24,800 ഭാഗത്ത് ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. ആ 24,800 പൊട്ടുകയാണെങ്കിൽ 24,650 ഭാഗത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ 25,000 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞാൽ ഈ 24,650 വരാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ വളരെയധികം കൂടുതലാണ്. എനിക്ക് ത്രോട്ടിൽ ചെറിയ ഇൻഫെക്ഷൻ ആണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വരാത്തത്. സോ ഇത് ഈ ഒരു ഫിഗർ കൃത്യമായി നിങ്ങൾ മനസ്സിൽ ഓർത്ത് ചെയ്യും. 25,000 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 24,800 ബാങ്കിന് മിഡ് ക്യാപ്പിൽ ഞാൻ 12,870 പറഞ്ഞ പോലെ നിഫ്റ്റിക്ക് 24,800 ചെറിയൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. ആ 24,800 പൊട്ടുകയാണെങ്കിൽ 24,650 ഭാഗത്തേക്ക് കഴിഞ്ഞ മെയ് 12 നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സന്ധി വന്ന ആ ദിവസത്തെ ഗ്യാപ്പ് അപ്പ് ഡേയുടെ ഒരു ബിഗ്ഗസ്റ്റ് സപ്പോർട്ടിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കൃത്യമായി ഓർത്തോളുക. ഇതാണ് ഒരു വീക്കിലി വ്യൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ട്രെൻഡ് ഡൗൺ ആണ്. കഴിഞ്ഞ വീക്കില് മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ സ്റ്റീം ഡൗൺ ആണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 13,290 ഭാഗത്ത് ഒരു മീൻ റിവേർഷൻ ടെസ്റ്റ് വളരെയധികം പോസിബിൾ ആണ്. ആ ഭാഗത്ത് ഒരു സെല്ലിംഗ് പ്രഷർ വേണമെങ്കിൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം എന്റെ വീക്കിലി വ്യൂ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി നോക്കേണ്ട നാളത്തേക്കുള്ള മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ഡെയിലി ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക കടന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ പോകും. അപ്പൊ നമുക്ക് നോക്കേണ്ട ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്കിനി നോക്കേണ്ട ഫസ്റ്റ് നിഫ്റ്റി ഒരു പക്ക ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ഒരു ഓപ്പൺ ഡ്രൈവ് പോലെ വന്നു താഴേക്ക് ഇറങ്ങി ഒരു ട്രെൻഡ് ഡൗൺ ആയ ഒരു വീക്ക് ആയിരുന്നു. ഓൾമോസ്റ്റ് ട്രെൻഡ് ഡൗൺ ആണ് കഴിഞ്ഞ ഫ്രൈഡേയിൽ വന്നത്. POC വന്നേക്കുന്നത് 13,174 ഭാഗത്താണ് POC. ഇപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യാം ഈ ഒരു POC എനിക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് POC ഞാനൊന്ന് മാർക്ക് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഇംബാലൻസിന്റെ ക്യാൻഡിൽസ്റ്റിക് ഒക്കെ ഒന്ന് മാറ്റിക്കോട്ടെ. ക്യാൻഡിൽസ്റ്റിക് മാറ്റിയ കാര്യമുള്ളൂ. സ്റ്റാറ്റിക്സ് ഞാൻ ക്യാൻഡിൽസ്റ്റിക് ഒക്കെ മാറ്റിയത്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 13,173 ഭാഗത്താണ് POC. ഇപ്പൊ ഞാൻ ഈ പഴയ റെഫറൻസ് ലെവലൊക്കെ ഒന്ന് മാറ്റി താഴേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള റെഫറൻസിലൊക്കെ ഒന്ന് വരയ്ക്കാം. 13,173 നമ്മുടെ POC. 13,174. അപ്പൊ ആദ്യം ഞാൻ ആ POC കൊണ്ടുവന്നു. 13,175 ആണ് POC. 74 അത് ഞാൻ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ട ബുള്ളിഷ് റെഫറൻസ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നത് 13,240 മുകളിൽ മാത്രമേ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കൂ. എത്രയാണ് 13,240 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റിനെ കുറിച്ച് ചിന്തിക്കാം. ആ ബുള്ളിഷ് മൂവ്മെന്റും എങ്ങോട്ട് വരും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ
ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 13,280 ഭാഗത്തേക്ക്, എത്രയാണ് 6 എന്ന് പറഞ്ഞാൽ 13,280, 13,280 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് 13,320 വരെ പോവാം. 340 വരെ വരാണെങ്കിൽ ഞാൻ 40 പോയിന്റ് കൊടുക്കുന്നുള്ളൂ. 13,320 വരെ വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,370 ഭാഗത്ത് 13,370 13,370 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള അപ്വേർഡ് റെഫറൻസ് ലെവൽ. 13,240 മുകളിൽ ബുള്ളിഷ് റെഫറൻസ് ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് സെല്ലിംഗ്. അതായത് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി 13,030 താഴെ മാത്രമേ ഒരു സെല്ലിംഗ് എടുക്കുള്ളൂ. അതായത് ഇത്രയാണ് 13,030 താഴെ മാത്രമേ മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 13,000 ഒന്ന് നമ്മളെ ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് 13,000 ഭാഗത്തേക്ക് ഒരു ബിഗ് റൗണ്ട് നമ്പർ കിടക്കാണല്ലോ. ആ ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്ത് ഒരു സപ്പോർട്ട് എടുക്കാം. 13,000 ഭാഗത്തേക്ക് വരാം. 13,000 പൊട്ട് വേണമെങ്കിൽ കഴിഞ്ഞ ഡി പീരീഡിന്റെ വന്നല്ലോ. ഇത് നിങ്ങൾ കണ്ട ഈ ലോ ഉണ്ടല്ലോ 12,950 ഭാഗത്തേക്ക്, എത്രയാണ് 12,950 ഭാഗത്തേക്ക് 12,950 12,950 ഭാഗത്തേക്കും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 12,900 നമ്മളെ ഇമ്പോർട്ടന്റ് ഏരിയ 12,900 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 13,030 പൊട്ട് വേണമെങ്കിൽ 13,000 ഒരു സപ്പോർട്ട് ഉണ്ട്. പക്ഷെ 13,000 പൊട്ടയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സെല്ലിങ് വളരെയധികം ചാൻസ് ആയ ഒരു മാർക്കറ്റാണ്. ഏതിനെ സംബന്ധിച്ച് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം പോസിബിൾ ആണ്. അപ്പൊ ഇതാണ് കൃത്യമായ ഒരു റെഫറൻസ് ലെവലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. കഴിഞ്ഞ ആഴ്ച ബാങ്ക് നിഫ്റ്റി നമ്മുടെ സപ്പോർട്ട് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് തന്ന് എല്ലാ ലെവലിനും താഴെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്ത ദിവസം, അതായത് സെല്ലിങ് കിട്ടിയ ദിവസം പക്ക പറയുകയാണെങ്കിൽ സെല്ലിംഗ് എല്ലാം കിട്ടിയ ഒരു ദിവസമായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡിങ് ഡൗൺ വീക്ക് ആണ്. IPD ഉണ്ട്, സിംഗിൾ പ്രിന്റ് ഉണ്ട്, ട്രെൻഡ് അല്ല, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. POC വരുന്നത് 59,015 ഭാഗത്ത് POC, ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. 59,015 ഭാഗത്തേക്ക് POC വന്നു. ഇനി നമുക്ക് നോക്കേണ്ട ബുള്ളിഷ് ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ലോ 58,300 താഴെ മാത്രമേ ഞാൻ സെല്ലിംഗ് എടുക്കുന്നത്. അതായത് 58,300 താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ബൈയിങ് എന്ന് പറയുമ്പോൾ 59,296 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ 59,300 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത്ര ചുരുക്കി പറഞ്ഞാൽ 59,300 മുകളിൽ മാത്രമേ ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. ബൈ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് 59,450 ഭാഗത്തേക്ക് പോകുക. അത്രയാണ് 59,459 59,450 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 59,555 59,555 ഭാഗത്തേക്ക് വരാം. തേർഡ് 59,681 59,681 ഇതൊക്കെ പഴയ നമ്മളെ റെഫറൻസിലാണ് അപ്സൈഡ്. ഇതാണ് 59,300 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 58,300 താഴെ മാത്രമേ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് ഒരു ബാലൻസിങ് 59,300 പൊട്ടെടുക്കുക, 58,300 കാലെടുക്കുക. പക്ഷെ സൂക്ഷിക്കുക, പൊട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോവാം. സോ 58,300 പൊട്ടയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ പഴയ റെഫറൻസ് വേണ്ട. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 58,180 58,180 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതിന് താഴെ 58,028 സെക്കൻഡ് ടാർഗറ്റ് 58,028 58,208 ഭാഗത്തേക്ക് വരാനും. തേർഡ് എന്ന് പറയുമ്പോൾ തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 57,900 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും 58,300 പൊട്ടയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഈ റെഫറൻസ് ലെവലൊക്കെ വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ബുള്ളിഷ് മൂവ്മെന്റം വരണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 59,300 മുകളിൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്നലത്തെ POCയുടെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് റിട്വസ്റ്റ് വളരെയധികം പോസിബിൾ ആണ്. അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള എന്റെ റെഫറൻസ് ലെവലുകൾ കൃത്യമായി മാർക്ക് ചെയ്യണമെങ്കിൽ. ഇത് നമുക്ക് അവസാനം നമുക്ക് നിഫ്റ്റിയിലേക്ക് എത്താം. നിഫ്റ്റി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഒക്കെ തന്ന ദിവസമായിരുന്നു. രണ്ട് ടാർഗറ്റ് ഫസ്റ്റും സെക്കൻഡും മാത്രം തന്നുള്ളൂ, തേർഡൊന്നും തന്നിട്ടില്ല. നമ്മുടെ റെഫറൻസിലൊക്കെ വരച്ചത് മാറിപ്പോയതാണ്. സോ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ഓപ്പൺ ഡ്രൈവ് വരെ ഓൾ ഉണ്ടായിരുന്നു. 25,253 ഭാഗത്തേക്ക് POC വന്നു. അത്രയാണ് 25,253 ഭാഗത്താണ് ഇപ്പോഴും POC. ഇപ്പൊ POC ഇന്നലത്തെ കാട്ടി മാറിയിട്ടുണ്ട്. ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇനി 25,020 താഴെ മാത്രമേ സെല്ലിംഗ് ഉള്ളൂ. അത്രയാണ് 25,020 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ
24,980 24,980 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് 24,920 എത്രയാണ്? 24,920 ഭാഗം 25. തേർഡ് ടാർഗറ്റ് 24,876 ഭാഗത്തേക്ക്. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഡൗൺവേർഡ് റെഫറൻസ് ലെവലുകൾ. ഇനി ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നത് 25,316 മുകളിൽ മാത്രമേ ഒരു പയ്യുള്ളൂ. 25,316 മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഞാനൊരു പയ്യെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതിനാണ് ഈ ഫസ്റ്റ് 352 ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈ 25,352. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,400 25,400 എത്രയാണ്? 25,400. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25 എത്രയാണ്? R3 എന്ന് പറയുമ്പോൾ 25,455 25,455 ഭാഗത്തേക്ക്. ഇതാണ് R1 R2 R3 ഈ റെഫറൻസിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 25,316 മുകളിൽ മാത്രമേ നിഫ്റ്റിക്ക് ബൈ ഉള്ളൂ. 25,000 പൊട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ലെവൽ ട്രേഡിംഗ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. സോ എല്ലാവർക്കും, എല്ലാ ഭാരതീയർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ, എൻ്റെയും ക്രിട്ടിക്കൽ ടെക്കിൻ്റെയും. സോ റെഫറൻസ് ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓട്സ് നമുക്ക് ഫേവറബിൾ ആയി വരുമ്പോൾ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ നോക്കുക, അല്ലാത്ത സമയത്ത് ഒന്ന് വാച്ച് ചെയ്യാൻ നോക്കുക. ഈ വരാവുന്ന ഫെബ്രുവരി 14 ട്രിവാൻഡ്രത്ത് വെച്ച് 5 പൈസയും ഞാനും കൂടെ ചേർന്ന് ഒരു ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു കോൺക്ലേവ് നടത്തുന്നുണ്ട്. ഇൻവെസ്റ്റിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നിഖിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പെൻഡാൽ സെക്യൂരിറ്റീസിന്റെ ആൾ വരുന്നുണ്ട്. ബാക്കി പ്രൊഫൈലിനെ ഒരു പ്രൊഫഷണൽ ട്രേഡിങ്ങിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഞാനുണ്ടാവും. പിന്നെ 1-2 സ്പീക്കേഴ്സ് വരാവുന്നുണ്ട്. സോ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു 1 ഡേ ഈവന്റ് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തമിഴിൽ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.